നിങ്ങളുടെ വീടിന്റെ പുറത്ത് വടക്ക് കിഴക്ക് മൂലയിൽ നിങ്ങൾക്ക് ഒരു കുളിമുറിയോ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റോ ഉണ്ടെന്നുണ്ടെങ്കിലും വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വരുന്നതും വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾക്ക് കാരണമാകുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷുയിൽ പറയുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ പലർക്കും അവർ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലത്ത് പഠിച്ചെത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് ഒരുപാട് രക്ഷിതാക്കൾ ചോദിക്കുന്നുണ്ട്. അപ്പം അതിൽ ഫെങ്ഷുയിൽ അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോ പരിഹാരങ്ങളുണ്ടോ എന്നുള്ളതാണ് ഇവർ തേടുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വെച്ച് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ഫെങ്ഷു എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. ഇതിനകത്ത് വളരെ എളുപ്പത്തിലും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ചില റെമഡികളും ചില ടൂളുകളും ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ വലിയ റിസൾട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷു സാധിക്കുമെന്ന് ഇന്നിപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഈ ഒരു ശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ചെയ്യുന്നവർക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള റിസൾട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ്. അപ്പോൾ ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷു പ്രകാരം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ദിക്കുണ്ട്. അതെന്ന് പറയുന്നത് ഏതൊരു വീടിന്റെയും വടക്ക് കിഴക്ക് ഭാഗം അഥവാ നോർത്ത് ഈസ്റ്റ് കോർണറാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ കൃത്യമായി പഠിക്കുന്നില്ല, അല്ലെങ്കിൽ നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്, ഇപ്പൊ അതിനൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം അത് പരിശോധിക്കാവുന്ന ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ വീട് വെച്ചതിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, നിങ്ങളുടെ വീടിന്റെ പുറത്ത് വടക്ക് കിഴക്ക് മൂലയിൽ നിങ്ങൾക്ക് ഒരു കുളിമുറിയോ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റോ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗം മറ്റൊരു കെട്ടിടം വന്ന് അടഞ്ഞു നിന്നാലും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാരണമാകാം. ഇനി പലർക്കും ഇഷ്ടപ്പെടില്ല, എന്നിരുന്നാലും വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വരുന്നതും വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾക്ക് കാരണമാകുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷുയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ വീട് വെക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ്, അല്ലെങ്കിൽ വീട് വെക്കുമ്പോൾ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ വീടിനെ എടുക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് കോർണർ അഥവാ ഈശാന കോണ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക. എങ്ങനെയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന? അതായത് എല്ലാ ദിക്കിലും റൂമുകളുണ്ട്, പക്ഷെ അതിനെ സ്ക്വയറായിട്ട് എടുക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗം മുറിഞ്ഞു കിടക്കുകയാണ്, അവിടെ റൂമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾക്ക് കാരണമാകും. അത് വാസ്തുവിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് വാസ്തുവിന്റെ ശിരസ് വരുന്ന സ്ഥലമാണ്. അപ്പം അവിടെ ശിരസ് വരുമ്പോൾ അവിടെ എന്താണ്? ബ്രെയിൻ ആണ്, അത് നോളജിനെയാണ് ബാധിക്കുന്നത്. അതുപോലെ തന്നെ വീടിനൊരു അഭിവൃദ്ധി ഇല്ലാത്ത അവസ്ഥയും ഇതുമൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു കാരണവശാലും നമുക്ക് ടോയ്ലറ്റോ മിസ്സിങ്ങോ കിച്ചണോ പാടില്ല. ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് തടസ്സം എന്തുകൊണ്ട് വന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ആണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 5 റോഡ് വിഞ്ചയം ഇടുന്നത് ഈ ടോയ്ലറ്റിന് ഒരു പരിഹാരമായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് ഒരു പുതിയ ആള് വീട് വെക്കാൻ നേരത്ത് ഒരു വടക്കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് പണിയാം എന്നിട്ടൊരു വിഞ്ചയം ഇട്ടാൽ മതി എന്ന് ചിന്തിക്കരുത്. ഒരു കാരണവശാലും ടോയ്ലറ്റ് അവിടെ ചെയ്യരുത്. അവിടെ ചെയ്തു പോയവർക്ക് ഇത്തരത്തിലൊരു പരിഹാരമെങ്കിലും ചെയ്യുക. കുറച്ചെങ്കിലും നിങ്ങൾക്ക് അതിലത് മാറ്റം ഉണ്ടാക്കാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. അപ്പം വിദ്യാഭ്യാസത്തിന്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി വിദ്യാഭ്യാസ സംബന്ധമായിട്ട് നമുക്ക് എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനായിട്ട് ഫെങ്ഷുയിൽ എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ഒന്നെന്ന് പറയുന്നത്, ഇതൊരു എഡ്യൂക്കേഷൻ ടവറാണ്, അല്ലെങ്കിൽ പഗോഡ ടവറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പഗോഡ ടവർ നമ്മൾ കുട്ടി പഠിക്കുന്ന ടേബിളിന്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാളിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സൂക്ഷിക്കുകയോ ചെയ്യുന്നത് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് പുരോഗതി ഉണ്ടാവും. ഒരു പഗോഡ വെച്ചാൽ കുട്ടി പഠിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഗോഡയും വെച്ച് പഠിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പഗോഡയ്ക്ക് കഴിയും. ഇനി ഇത് വൈറ്റ് ക്രിസ്റ്റൽസ് ആണ്, ഇത് നാച്ചുറൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. ഇപ്പൊ ഇതിന്റെ ബ്രേസ്ലെറ്റും ഉണ്ട്, ഇതിന്റെ പെൻഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ മാലയുമുണ്ട്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റുകളോ അല്ലെങ്കിൽ സ്റ്റോൺസോ ധരിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അത് എക്സാമിനെടുത്ത് എഴുതാനും ഈ സ്റ്റോൺസ് കൊണ്ട് സാധിക്കുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നു. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.